പടച്ചവനെ ഓർത്ത് ഈ വീഡിയോ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതെയും പോകരുതേ പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കളെപ്പോലെ ഓടിച്ചാടി നടക്കേണ്ട ഈ ഒരു പ്രായത്തിൽ വളരെയധികം വേദന അനുഭവിക്കുന്ന ഈ പൊന്നുമോളുടെ അവസ്ഥ. സ്കൂളിലേക്ക് വരണ്ടേ, കളിക്കണ്ടേ, വേദന എടുക്കുന്ന കാല, നമുക്ക് പള്ളിയിലൊക്കെ പോണ്ടേ, നിസ്കരിക്കണ്ടേ, പള്ളിയിൽ പോണ്ട നമുക്ക് എല്ലാം നമുക്ക് പറ്റും. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്താലോടിയ ദൂനാരി ഹാജറ ദൂദരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ ദൂനാരി ഹാജറ. പാടിയ നമുക്ക് കാലും കൈയൊക്കെ കെട്ടക്കൂരി നമുക്ക് നല്ല പാങ്ങിൽ കളിക്കാട്ടാ. കളിക്കണ്ടേ? എവിടെ വേദന എടുക്കുന്ന നോക്ക്, കയ്യ എല്ലാം മാറും ട്ടാ. നമുക്ക് പള്ളിയിൽ പോവാ, നിസ്കരിക്കാം, നമുക്കെല്ലാം ചെയ്യണ്ടേ, മദ്രസയിലൊക്കെ പോയി പഠിക്കണ്ടേ, എല്ലാം ഉഷാറൊക്കെ ആവണ്ടേ, എല്ലാത്തിനും സാധിക്കും അല്ലേ? എൻ്റെ അനിയത്തിനെല്ലാവരും ഒന്ന് സഹായിക്കണം. അവൾക്ക് സ്കൂളിൽ പോകാനും പള്ളിയിൽ പോകാനും നിസ്കരിക്കാനും ഓടിച്ചാടി കളിക്കാനൊക്കെ ആശയുണ്ട്. പക്ഷെ അതിനൊന്നിനും സാധിക്കില്ല. അവളെ കാലും കൈയൊക്കെ പൊട്ടിയിട്ടാണുള്ളത്. പഠിച്ചവനോർത്ത് എൻ്റെ അനിയത്തിനെ സഹായിക്കണം. എൻ്റെ മോളെ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സഹായിക്കണം. അവളുടെ വേദന കണ്ട് നിൽക്കാൻ പറ്റും. അനിയത്തി എപ്പോഴും വേദന എടുത്ത് കരയും. എനിക്കതൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് നല്ല വേദനയുണ്ട്. എൻ്റെ അനിയത്തിനൊന്ന് സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പിഞ്ചു മകളുടെ വേദനാർഹമായ ഈ വാക്കുകൾ നിങ്ങൾ ആരും കാണാതെ പോകണ്ടേ. എൻ്റെ അനുജത്തിയുടെ വേദന എനിക്ക് കാണാൻ പറ്റുന്നില്ല. എൻ്റെ അനുജത്തിൻ്റെ സങ്കടം എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എൻ്റെ അനുജത്തിനെ ഒന്ന് സഹായിക്കണമെന്ന് പൊതുസമൂഹമായി നന്മ നിറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരോടും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകല്ലേ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ പടന്ന എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ സങ്കടാർഹമായ, വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കൊച്ചു മോളുടെ സങ്കടാർഹമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നു മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കണേ. വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചിത്രീകരിക്കുന്നത്. ഓസ്റ്റിയോജെനിസിസ് എന്ന അത്യപൂർവമായ രോഗം പിടിപെട്ട് അസ്ഥികളൊക്കെ പൊടിഞ്ഞു പോകുന്ന രൂപത്തിൽ കൈകാലുകളൊക്കെ വളഞ്ഞ് വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവർ. ഏകദേശം 8ഓളം സർജറികൾ അടിയന്തരമായി ചെയ്താൽ മാത്രമേ ഈ പൊന്നു മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 35 ലക്ഷം രൂപയോളം അടിയന്തരമായി നാം കണ്ടെത്തിയാൽ മാത്രമേ ഈ പൊന്നു മോളുടെ സർജറി ചെയ്ത് ഈ പൊന്നു മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ. യാതൊരു മാർഗവുമില്ലാതെ, യാതൊരു നിവൃത്തിയുമില്ലാതെ ഈ പൊന്നു മോളുടെ വേദന കണ്ട് സഹിച്ചുകൊണ്ട് വീട്ടുകാർ ഒരു തരത്തിലും സഹായം ലഭിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ചികിത്സ നൽകാൻ സാധിക്കാതെ ഈ വേദനയിൽ കഴിയുന്ന ഈ പൊന്നു മോളുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി ലോകം മുഴുവനുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നു മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണേ. ഈ പൊന്നു മോള് ഇവിടെ വന്നപ്പോൾ നമുക്ക് പാട്ട് പാടി തന്നും, നമുക്ക് കഥ പറഞ്ഞു തന്നും, എനിക്ക് പഠിക്കണം, എനിക്ക് മദ്രസയിൽ പോകണം, എനിക്ക് പഠിച്ച് ഉഷാറാവണം എന്നൊക്കെ പറഞ്ഞ് വളരെ ആഗ്രഹത്തോടെ നമ്മുടെ മുന്നിൽ സഹായ അഭ്യർത്ഥനയായി വന്ന ഈ ഒരു സങ്കട കാഴ്ച നമ്മൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. ഈ പൊന്നു മോളുടെ അവസ്ഥ കണ്ടിട്ടും, ഈ പൊന്നു മോളുടെ ഈ ഒരു ദയനീയമായ കാഴ്ച കണ്ടിട്ടും നാം സഹായിക്കാതെ പോയാൽ നാളെ പടച്ചവന് മുന്നിൽ നാം മറുപടി പറയേണ്ടി വരും. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കണമെന്ന് വളരെ വേദനയോടെ കൂടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി ഒരു നാട് മുഴുവൻ
നിറ കണ്ണുകളോടുകൂടി നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കാൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ പൊന്നു മോളുടെ ഉമ്മയുടെ അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഈ വീഡിയോയുടെ ചേർക്കുന്നുണ്ട്. ഇതാണ് ഈ പൊന്നു മോള് പറയുന്നത്, എൻ്റെ ഫസ്ന, എൻ്റെ അനുജത്തി വേദന കൊണ്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ കാക്ക. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. എൻ്റെ പൊന്നനുജത്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണമെന്ന് ഈ പൊന്നു മോള് പറയുമ്പോൾ ഈ കുടുംബത്തിൻ്റെ വേദന, ഈ ഒരു രോഗത്തിൻ്റെ കാഠിന്യം കാണുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ പ്രിയപ്പെട്ട ഉദാരമതികളായ ആളുകൾ ഈ ചികിത്സാ ഫണ്ടിലേക്ക് ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ ഈ കുട്ടിയുടെ മാതാവിൻ്റെ പേരുള്ള അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ധനസഹായം ചെയ്ത് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഫസ്ന ഫാത്തിമയുടെ ഒരു ചികിത്സാ ഫണ്ടുമായിട്ടാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. വീഡിയോ കാണുന്ന എല്ലാവരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഈ കുട്ടിയുടെ ചികിത്സയിലേക്ക് ഉദാരമതികളായ സുഹൃത്തുക്കൾ ഇതിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത്യപൂർവമായ ഒരു രോഗത്തിനടിമയാണ് ഈ ഫസ്ന ഫാത്തിമ. നമ്മൾക്കൊന്നും മുൻപ് കാലങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു രോഗമാണ്. ആ രോഗത്തിൻ്റെ കാഠിന്യവും അതിന് വരുന്ന സാമ്പത്തികവും ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വോയിസ് ഇതൊക്കെ കേട്ടറിഞ്ഞിട്ട് പരമാവധി സഹായിക്കണം ആ കുട്ടി എന്നൊരു അപേക്ഷയാണ് എനിക്ക്. ഫസ്ന ഫാത്തിമ ഒരു നാട്ടിൻ്റെ വേദനയാവുകയാണ്. ആ കുട്ടിയുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ആർക്കും തന്നെ സഹതാപം ഉണ്ടാവുകയാണ്. അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിൽ ഒരു നാട് മുഴുവനും ഒന്നിക്കുകയാണ്. കുട്ടിയുടെ ചികിത്സയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ പൈസ അത്യാവശ്യമാണ്. ഈ മാസം തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ഈ 35 ലക്ഷം എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി ഈ കുട്ടിക്ക് വേണ്ടി, കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പരമാവധി എല്ലാവരും സഹായിക്കണം, ഉദാരമായി സഹായിക്കണമെന്നാണ് കമ്മിറ്റി. ഹെഡ് മാസ്റ്റർ MAUP സ്കൂൾ മാവിലാക്കടപ്പുറം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹസ്ന ഫാത്തിമ എന്ന കുട്ടിയുടെ ആ പിഞ്ചു കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനവും പ്രാർത്ഥനയും ഉണ്ടാകണേ എന്ന് അപേക്ഷിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ കുടുംബ ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പുകളിലും കൂടെ പഠിച്ചുള്ള കുട്ടി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം ഫണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒത്തൊരുമയായി പ്രവർത്തിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.